പൊന്നാനിയിൽ പ്രവാസിയുടെ വീട് കുത്തിത്തുറന്ന് 350 പവൻ സ്വർണം കവർന്ന കേസിൽ തുമ്പുണ്ടാക്കിയത് പോലീസിന്റെ പഴുതടച്ചുള്ള അന്വേഷണം. അറസ്റ്റിലായ സുഹൈൽ 100-ലേറെ കേസുകളിൽ പ്രതിയാണ്. മലപ്പുറം, തൃശൂർ, പാലക്കാട് ജില്ലകളിലായിട്ടാണ് ഇയാൾക്ക് കേസുള്ളത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ തിരൂർ ഡിവൈഎസ്പി ഇ ബാലകൃഷ്ണൻ, പോത്തുകൽ പോലീസ് ഇൻസ്പെക്ടർ ദീപകുമാർ, പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്ത്, തിരൂർ പോലീസ് ഇൻസ്പെക്ടർ കെ.ജെ. ജിനേഷ് എന്നിവരും പൊന്നാനി പോലീസും ചേർന്നാണ് ഈ കേസിലെ പ്രതികളെ പിടിച്ചത്. ഏപ്രിലിലാണ് പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപം പ്രവാസിയായ മണപ്പറമ്പിൽ രാജീവിന്റെ അടച്ചിട്ട വീട് കുത്തി തുറന്ന് 350 പവൻ സ്വർണ്ണാഭരണങ്ങളും വില കൂടിയ വിദേശ മദ്യവും കവർന്നത്. പൊന്നാനി കരിമ്പനയിൽ ഭാര്യയുടെ വീട്ടിൽ താമസിച്ചാണ് സുഹൈലിന്റെ കവർച്ച. കവർച്ച മുതൽ വിൽക്കാനും മറ്റും സഹായിച്ച പൊന്നാനി കടവനാട് സ്വദേശി മുക്രിയം, കറുപ്പം വീട്ടിൽ അബ്ദുൽ നാസർ, പാലക്കാട് കാവശ്ശേരി സ്വദേശി പാലത്തോട് വീട്ടിൽ മനോജ് എന്നിവരും അറസ്റ്റിലായിട്ടുണ്ട്. അബ്ദുൽ നാസർ കള്ളനോട്ട് കേസിലും പ്രതിയാണ്. കേസുകളിൽ സുഹൈലിന് ജാമ്യം ലഭിക്കാൻ വേണ്ട സഹായങ്ങൾ ചെയ്യാറുള്ളത് അറസ്റ്റിലായ മനോജ് ആണെന്ന് അന്വേഷണ സംഘം പറഞ്ഞു. സ്വർണ്ണം വിൽക്കുന്നതിനെ കുറിച്ചുള്ള ചില വിവരങ്ങളാണ് പ്രതികളെ പിടികൂടാൻ വഴിയൊരുക്കിയത്. കവർച്ച നടന്നതിന് ശേഷം സുഹൈലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ തെളിവുകളൊന്നും കിട്ടാത്തതിനാൽ വിട്ടയച്ചു. പക്ഷേ പ്രതിയെ നിരീക്ഷിച്ചു. പോലീസിന് തന്നെ സംശയമില്ലെന്ന് കരുതി സുഹൈൽ നടത്തിയ നീക്കങ്ങൾ നിർണായകമായി. സുഹൈൽ കവർച്ചയ്ക്ക് തുടക്കമിട്ടത് വാഹനങ്ങളുടെ ബാറ്ററി മോഷണത്തിലൂടെയാണ്.